പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 9 മുതൽ 10 വരെ തിരുവചനങ്ങൾ. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും നിങ്ങളുടെ സന്തോഷം വിഷാദമായും മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ ഉയർത്തും. പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ഒന്നാണ് ജീവിതം. നമ്മുടെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഓരോ ദിവസവും മുന്നോട്ട് നയിക്കാം എന്ന് ആലോചിക്കുമ്പോൾ ആ പ്രതീക്ഷകളെ അതിലംഘിച്ചുകൊണ്ട് പല സാഹചര്യങ്ങളും കടന്നു വന്നേക്കാം. കടബാധ്യതകളാകാം, തകർച്ചകളാകാം, രോഗങ്ങളാകാം. ഈ സാഹചര്യങ്ങളിലൊക്കെ ഈശോ നമ്മളെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നീ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവനായാൽ ഞാൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളാമെന്ന്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: പിശാചിനെ കീഴ്പ്പെടുത്തുവാനുള്ള ഏറ്റവും വലിയ ആയുധം എളിമയാണെന്ന്. തന്നെ എളിമപ്പെടുത്തി ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഒരു ദാസന്റെ രൂപം സ്വീകരിച്ച ഈശോയുടെ എളിമ നമ്മുടെയും ജീവിതങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. ജീവിതത്തിൽ തകർന്നു പോകുന്ന അവസ്ഥകളിൽ, മറ്റുള്ളവരിൽ നിന്നും വേദനകൾ മാത്രം സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥകളിൽ ഈശോ നമ്മളോട് പറയും: നീ ക്ഷമയോടുകൂടെ സ്വയം നിന്നെ തന്നെ എളിമപ്പെടുത്തിയാൽ നിന്നെ തക്ക സമയത്ത് ഞാൻ ഉയർത്തും. നമുക്കും എളിമയോടുകൂടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഈശോയ്ക്ക് കൈമാറാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.